വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. പടിഞ്ഞാറൻ മേഖലയുടെ പ്രധാന ജലസ്രോതസ്സായ ഭാരതപ്പുഴയും കൈവഴികളും കൊടും വേനലിൽ മെലിഞ്ഞുണങ്ങി. ഒഴുക്ക് പൂർണ്ണമായും മുറിഞ്ഞ പുഴ ഒറ്റനോട്ടത്തിൽ മരുഭൂമിക്ക് സമമായി മാറി. ഇത്തവണ വേനൽ മഴ കുറഞ്ഞതാണ് പുഴ നീർച്ചാലായി മാറാൻ ഇടയായത്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ കാലവർഷം തുടങ്ങുന്നതുവരെയും കൃത്യമായ ഇടവേളകളിൽ ഭേദപ്പെട്ട മഴ ലഭിച്ചിരുന്നതിനാൽ വേനലിലെ വറുതി കുറവായിരുന്നു. ഇത്തവണ വേനൽ കത്തിജ്വലിക്കുകയാണ്. പറളി, ലക്കിടി, മീറ്റ്ന, ഷൊർണൂർ ഉൾപ്പെടെ തടയണ പ്രദേശങ്ങളിൽ മാത്രമാണ് നിലവിൽ വെള്ളമുള്ളത്. ഇത് തടയണകൾ കേന്ദ്രീകരിച്ചുള്ള ശുദ്ധജല പദ്ധതികൾക്ക് ആശ്വാസമാണ്. തടയണ പ്രദേശങ്ങളിലെ കാർഷിക മേഖലയിലും കിണറുകൾ പോലെയുള്ള ജലസ്രോതസ്സുകൾക്കും കരുത്താണ് ജലസംഭരണം. അതേസമയം മറ്റ് പ്രദേശങ്ങളിൽ പുഴ വറ്റിവരേണ്ടത് തീരഗ്രാമങ്ങളിലെ വേനൽക്കാല കൃഷികൾക്കും ജലാശയങ്ങളിലെ ജലലഭ്യതയ്ക്കുമെല്ലാം തിരിച്ചടിയാണ്. പുഴയുടെ കൈവഴികളായ മറ്റു ചെറുപുഴകളും തോടുകളിലുമെല്ലാം ഒഴുക്കുമുറിഞ്ഞ അവസ്ഥയാണ്. വേനലിന്റെ കാഠിന്യത്തിന് പുറമെ പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതാണ് പ്രശ്നം. പുഴ സംരക്ഷണത്തിന്റെ കൂടി ഭാഗമായി നിയമാനുസൃതം മണലെടുപ്പ് പുനരാരംഭിക്കാനുള്ള നടപടികൾ പോലും നടന്നിട്ടില്ല. പുഴയിലെ മിക്ക തീരങ്ങളിലും മണൽത്തിട്ടകളുടെ അളവ് കൂടുതലാണെന്ന് ശാസ്ത്രീയമായ പരിശോധനയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് മണലെടുപ്പിന് സർക്കാർ തലത്തിൽ ധാരണയായത്. നിലവിലെ സാഹചര്യത്തിൽ ഈ വേനലിലും മണലെടുപ്പ് തുടങ്ങാൻ ഇടയില്ല. മഴക്കാലമെത്തിയാൽ പിന്നെയും മണലെടുപ്പിന്റെ സാധ്യത മങ്ങും.